ഈ അലാറം അടിഞ്ഞിട്ട് കുറച്ച് നേരമായി കേട്ടോ. ഞാൻ ഓൾറെഡി എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി മിതു ഓഫീസിൽ പോയി. മിച്ചിപ്പം നേരം ഒന്ന് എണീറ്റിട്ട് പോയിട്ടേ ഉള്ളൂ. എനിക്ക് രാത്രി ഒന്നും ഉറക്കം ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഉറക്കം ശരിയാവാത്തതിനെക്കൊണ്ട് എനിക്ക് സൈനസിൻ്റെയും മൈഗ്രെയിൻ്റെ ഒക്കെ ചെറുതായിട്ടൊരു തലവേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇന്ന് വിചാരിച്ച് മിതു പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, മിച്ചുവിനും കൂടെ കിടത്താമെന്നുള്ളത്. കുറച്ചൊരു സ്ലോ ലിവിങ് പ്രോസസ്സിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ ഈ ഓടിപ്പടച്ചിൽ കുറച്ചൊന്ന് നിർത്തണമെന്നും ഒന്ന് ലൈഫ് ഒന്ന് സ്മൂത്ത് ആക്കണമെന്നും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചിട്ടയായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ആ ചിട്ട തുടങ്ങണമെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഒന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം 10:30 മണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് നാട്ടിൽ കിടക്കാൻ പറ്റുമോ? വീട്ടിൽ കിടക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എന്തൊക്കെയാണെങ്കിലും ഞാൻ രാവിലെ എണീറ്റിട്ട് ഒന്ന് എൻ്റെ ദൈവങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ്, വിളക്കൊന്നും കത്തിക്കാനല്ല കേട്ടോ, ചുമ്മാ ഒന്ന് മുഖം കാണിച്ച് ഒന്നവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഫീലിംഗ് ഉണ്ട്. അതുപോലെ നേരെ എണീറ്റ് പല്ല് തേക്കുക, മുഖം കഴുകുക, അത് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചീവിയിരിക്കുക. ഇത് ഞാൻ അച്ഛമ്മേൻ്റെ നിന്ന് കണ്ടു പഠിച്ചതാട്ടോ. എൻ്റെ അഞ്ചാമ്മ എപ്പോഴും എണീറ്റിട്ട് മുഖം കഴുകി അത് കഴിഞ്ഞതിന് ശേഷം പല്ല് തേച്ച് മുടിയൊക്കെ ചീവി പൗഡറൊക്കെ ഇട്ട് അങ്ങനെ വന്നിരിക്കും. അത് ഞാൻ സ്ഥിരമായിട്ട് കുഞ്ഞിലേ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഫേസ് വാഷ് ഒന്നും ഇട്ട് മുഖമൊന്നും കഴുകുന്നില്ല. സ്കിൻ കെയർ റൂട്ടീനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ച്. മിച്ചു എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പം എനിക്ക് ഗിറ്റാറിൽ പാട്ടൊക്കെ ഒന്ന് വായിച്ചു തരാം കേട്ടോ. അവനതൊക്കെ ഇഷ്ടമാണ്. എന്നെ സന്തോഷിപ്പിക്കാനും എന്നെ ചിരിപ്പിക്കാനും വേണ്ടിയിട്ട് അവൻ കുറേ കാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീറ്റ് അവനൊന്ന് തൊടുക, അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്മെല്ല്, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത് എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതലാണെന്ന് കൂട്ടിക്കോ. എന്നാൽ ഈ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ചിൽപ്പില്ലൊന്നുമല്ല. ഞാൻ ഒച്ചടാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ചിലപ്പോൾ അടി കൊടുക്കാറുമുണ്ട്. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. വീഡിയോയിൽ എപ്പോഴും നമ്മൾ നല്ലത് മാത്രമല്ലേ കാണിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെന്നേ ഉള്ളൂ. എല്ലാ കുട്ടികളെ പോലെ മിച്ചുവിനും വാശിയും ദേഷ്യവും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫേസും കൂടി ഉണ്ട്. രാവിലെ കുറച്ച് നേരം എനിക്ക് മെയിൽ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം കുറച്ച് നേരം ഫോൺ വെക്കും. അതിനിടയിൽ അമ്മേൻ്റെ വീഡിയോ കോളും ഉണ്ടാവും കേട്ടോ. എന്നും രാവിലെ അമ്മ വീഡിയോ കോൾ ചെയ്യും, ഈവനിങ് ആണെങ്കിലും ഒന്ന് ചെയ്യും. ഒരു പ്രാവശ്യം പപ്പയ്ക്കൊന്ന് മിച്ചുവിനെ കാണാൻ, പിന്നെ ഒന്ന് അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഒരു സ്നോ പോലെയുള്ള വെള്ളയും ഗ്രീനും കൂടി കൂടിയിട്ടുള്ള ക്രിസ്മസ് ട്രീ. കഴിഞ്ഞ വർഷം പണിയുള്ള സമയത്ത് സ്വരുക്കൂട്ടി വെച്ച കുറച്ച് കാര്യങ്ങളിലുള്ള ഒരു സാധനമാണ് ഈ ക്രിസ്മസ് ട്രീ. എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും മുടങ്ങാണ്ട് ഞാൻ കുഞ്ഞിലേ മുതൽ കാണുന്നതാണ് പപ്പ ക്രിസ്മസ് ട്രീ തൂക്കുന്നതും അതേപോലെ തന്നെ സ്റ്റാർസ് തൂക്കുന്നതും. അതൊരു വലിയൊരു കാര്യമാണ്. പപ്പ അതിനുശേഷം ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞിട്ട് ആ ക്രിസ്മസ് ട്രീ എടുത്ത് വെക്കുന്നതും പപ്പയ്ക്ക് അത് വലിയൊരു സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ഈ വർഷം വെച്ചിട്ടില്ല, കഴിഞ്ഞ വർഷവും വെച്ചില്ല തോന്നുന്നു. ഞങ്ങളൊന്നും നാട്ടിലില്ലാത്തതിനെ കൊണ്ട്. കുറേ നേരം ബോറടിപ്പിക്കുന്ന ക്രിസ്മസ് ട്രീ കണ്ടില്ലേ? ഇനി കുറച്ച് നേരം നമുക്ക് കാപ്പി കുടിക്കാം. ഇന്ന് കാപ്പിയാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ പേരെഴുതിയൊരു കപ്പാണ്. ഇത് ഓഫീസിൽ നിന്ന് കൊടുത്തതാണ്. ഈ കപ്പിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ ചൂടത്ര അറിയില്ല, ഉള്ളിൽ കുറേ നേരം ചൂട് നിൽക്കും. ഇന്ന് ചുക്ക് കാപ്പിയാണ് കേട്ടോ. ഏകദേശം ഒന്ന് വയ്യാത്ത പോലെ ഉണ്ട്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടി തീരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിളപ്പിച്ച് ചൂടാക്കിയിട്ട് വേണം എനിക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പാലൊന്നും ഒഴിക്കില്ല കേട്ടോ, ചുമ്മാ കട്ടൻ കാപ്പി. പഞ്ചസാര തീർന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കാറുണ്ട്. ഞാൻ കുറച്ച് ക്ലംസി ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ തൂക്കുന്ന സാധനം കാപ്പാപ്പ് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ കിടക്കും. എനിക്ക് പെട്ടെന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ അതങ്ങനെ ക്ലീനായി കിടക്കും. ഇല്ലെങ്കിൽ ഞാൻ കുറേ കഴിഞ്ഞിട്ടേ ക്ലീൻ ആക്കുകയുള്ളൂ. എനിക്കിന്നിങ്ങനെ എഫേർട്ട് ഇട്ടിട്ട് കുറേ നേരം അടുക്കളയിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഈ ചുക്ക് കാപ്പീൻ്റെ കൂടെ ഞാൻ 2 സ്പൂണ് എക്സ്ട്രാ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കുടിക്കുക. പഞ്ചസാര എപ്പോഴും കുറയ്ക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ഈ അടുത്ത് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ അത് വിചാരിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഷുഗറില്ല. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മുടെ ഹെൽത്ത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കില്ല ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട്. ഷുഗറും ബ്ലഡൊക്കെ നോർമലായിട്ടോ ടെസ്റ്റിൽ. അതന്നെ സമാധാനം. സ്ലോ ലിവിങ് ആണ് എന്നറിയാം. ഒരു മന്ദഗതിയിലാണ് ബേസിക്കലി ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ
ഇനി എനിക്കൊന്ന് കുളിക്കണം. ഞാൻ കുറേ ആയി തലയിൽ എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട്. അപ്പം തലയല്ല മൊത്തത്തിൽ ഒന്ന് കുളിക്കണം. പിന്നെന്താ, ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ്. അപ്പം ഉപ്പുമാവൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഞാൻ കൊടുത്തതിന് ശേഷമാണ് പോയി കിടന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം, ചുക്ക് കാപ്പി കുടിച്ചതിന് ശേഷം ഒന്ന് പതുക്കെ കഴിക്കത്തേ ഉള്ളൂ. ഇപ്പം എനിക്കിത് കുളിക്കണം. തലയിലൊന്ന് എണ്ണയൊക്കെ തേച്ച് കുളിച്ചാൽ തന്നെ ഞാനൊന്ന് ഉഷാറാകും. ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. പിന്നെന്താ, അങ്ങനെ കമ്മല കൂടി വെച്ച് എന്നെ കൊണ്ട് നല്ല നല്ല കോലത്തിലാണ്. ഇതെൻ്റെ മിച്ചുൻ്റെ കലാവിരുദ്ധകളാണ്. പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ് കിടക്കാറ്. അതൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതെ, അപ്പം ഒന്ന് പോയിട്ട് എണ്ണയൊക്കെ തേച്ച് കുടിക്കട്ടെ. അപ്പോഴേക്കും ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. എണ്ണ തേക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കാച്ചി കൊടുത്തയച്ചതാണ് ഈ ഒരു എണ്ണ. ഞാൻ കുഞ്ഞിലേ മുതൽ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അമ്മ കാച്ചി തന്ന എണ്ണ തന്നെയാണ് തേക്കാറ്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് അമ്മ കാച്ചി തന്നതൊക്കെ തീർന്ന് എനിക്ക് തോന്നുന്നു മോനൊക്കെ ജനിച്ചതിന് ശേഷം ഞാൻ ഹെയർ കെയർ ഒക്കെ നന്നേ കുറച്ചിട്ടുണ്ടായിരുന്നു. കുറയ്ക്കല്ല, ഒന്നാമത് അതിനും തേച്ച് പിടിപ്പിച്ചിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് ഈ കാച്ചി എണ്ണയാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം തലയിൽ തേക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് ഏറ്റവും നല്ലതും കേട്ടോ. കാരണം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തലയിൽ തേക്കുമ്പോൾ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഞാൻ കുറച്ചെടുത്തത് കൂടി പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തണുപ്പായതിനെ കൊണ്ട് തന്നെ എണ്ണ ഇങ്ങനെ കട്ടിയായി പോകും. ഇവിടെ വന്നിട്ട് ഞാൻ സാധാ നമ്മളെ എണ്ണ ഉണ്ടല്ലോ, എണ്ണ തലയിൽ തേച്ചാലും എനിക്ക് അതിലൊരു ഗുണമോ അല്ലെങ്കിൽ അതിനൊരു ഇഷ്ടമില്ലാത്ത പോലെയായിരുന്നു. പിന്നെ മിതാട്ടന് ഇവിടെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങും. അതും എനിക്ക് അങ്ങോട്ടേക്ക് തലയിൽ തേക്കുന്നതിനോട് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം അമ്മ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മീൻസ് ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്. നല്ലതാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീക്കിലി ഒരു 2 പ്രാവശ്യമെങ്കിലും തലയിലെ എണ്ണ തേച്ച് എനിക്ക് പിടിപ്പിക്കണം. അപ്പം തന്നെ അത് കഴുകുന്നതിനോട് അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് ഈ എണ്ണ ചൂടാക്കി കഴിഞ്ഞാലും അതിനൊരു മണമുണ്ട്. അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഒന്ന് തലയിൽ തേക്കാൻ പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ ഞാനിത് നേരെ എടുത്തിട്ട് ഞാൻ ബാത്റൂമിൽ നിന്നാണ് തലയിലെ എണ്ണ തേക്കാറ്. നാട്ടിലൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ പോയി നിന്നിട്ടല്ലേ തേക്കുക. ഇവിടെ ഉള്ളിൽ നിന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മുടിയാകും. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ സിങ്കിൻ്റെ അവിടെയാണ് എൻ്റെ തലയിൽ എണ്ണ തേക്കൽ പരിപാടി. നന്നായിട്ട് ഹെയർ ഫോൾ ഇപ്പം ഉണ്ട്. ഒന്നാമത് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച്, തണുപ്പായി, മുടി ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എണ്ണ തേക്കുമ്പം തലേൻ്റെ ഓട്, അതായത് നമ്മൾ സ്കാൽപ്പിലാണ് നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവർ നമ്മുടെ ഈ ഹെയർ സ്ട്രാൻഡ്സിലേക്ക് എണ്ണ തേക്കും. ഈ നമ്മുടെ സ്ട്രാൻഡ്സിൻ്റെ തെറ്റത്തെ പൊട്ടില്ലേ, സ്പ്ലിറ്റൻസ് വരുന്ന അവിടെ തേക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരുപാട് എണ്ണ ശരിക്കും നമ്മുടെ ഈ മുടീൻ്റെ എന്താ പറയുക, മുടീൻ്റെ താഴത്തേക്കുള്ള ഭാഗത്തൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും എണ്ണേൻ്റെ കാര്യം വേണ്ടത് സ്കാൽപ്പിലാണ്, രക്ത ഓട്ടം കൂടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഹെയർ ഗ്രോത്ത് കിട്ടുന്നത്. ഏത് കാച്ചി എണ്ണ ഭയങ്കര ഹെയർ ഗ്രോത്ത് തരുന്നില്ലെങ്കിലും പക്ഷെ ആ കാച്ചി എണ്ണേൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാച്ചി എണ്ണ തേക്കുക എന്ന് പറയുന്നത്. ഇതൊരു സ്ഥിരം ശീലമാക്കുന്നതും കേടാണ്. ചിലവർക്ക് കാച്ചി എണ്ണ ഇല്ലെങ്കിൽ ഒട്ടും പറ്റില്ല, തലവേദനയൊക്കെ വരും. എനിക്ക് അങ്ങനത്തെ പരിപാടീസ് ഒന്നുമില്ല. എന്തായാലും മുടി കെട്ടി വെച്ച് കുറച്ച് നേരം നമുക്ക് വെക്കാം. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ എണ്ണ തേക്കുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെക്കും, ഈ നമ്മുടെ സിങ്കിലേക്ക് എണ്ണയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാണ്ട് ഈ ടിഷ്യൂ വെച്ചിട്ട് തന്നെ എൻ്റെ ഹെയർ ഫോൾ സിങ്കിലാകുമ്പോൾ കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും എന്തോരം മുടി പോയി എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും എന്തോരം മുടി പോയി എന്നുള്ളത്. ആകെ ഒരു നൂലുവാല് പോലത്തെ ഇപ്പം മുടിയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ടിഷ്യൂ വെച്ചിട്ട് തന്നെ എന്താക്കും, ആ മുടി അങ്ങോട്ടേക്ക് എടുക്കും. അതിന് ടിഷ്യൂ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വേണമെങ്കിൽ എന്താ പറയുക, നമ്മൾ മുടി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ബ്ലോക്കേജ് വരും. പ്രത്യേകിച്ച് വില്ല പോലെയും ഫ്ലാറ്റ് പോലുള്ളിടത്തൊക്കെ ഇതൊരു പ്രശ്നമാണ്. അതിനുശേഷം ഞാൻ ചെറിയൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിലേക്ക് എന്താക്കും ഈ ടിഷ്യൂ പേപ്പർ മാറ്റും. അതോടുകൂടി നമ്മൾ പരിപാടി കഴിഞ്ഞു. നമുക്ക് ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. ഇന്നൊരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ തൈരും വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്പെഷ്യൽ ഒരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
ഇത് ഇന്നലെ എങ്ങാനും ഇത് റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് അയച്ചു തന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ. ആളെനിക്ക് ആകെ അയച്ചു തരാം ഫുഡിൻ്റെ റെസിപ്പീസാണ്. ഞാനാണെങ്കിൽ നാട്ടിലുള്ള എന്ത് കണ്ടാലും ഞാൻ അയച്ചു കൊടുക്കും, പക്ഷെ ആൾ അയച്ചു തരാം ഫുഡിൻ്റെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊന്ന് ട്രൈ ചെയ്യാന്നുള്ളത്. ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് വിഭവമാണ് ഇത്. ചോറിൻ്റെ കൂടെയും രാവിലത്തെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതിനെക്കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് അഭിപ്രായം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിൽ 2 ഉരുളക്കിഴങ്ങ് എടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ 1 എടുത്തുള്ളൂ. എൻ്റേത് ഓട്ടോമാറ്റിക് ഗ്യാസ് അതിനെക്കൊണ്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ കുറച്ച് നേരം പാടുണ്ടാവും കേട്ടോ, ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എന്താക്കും, ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഈ ചട്ടി എൻ്റെ അമ്മ എനിക്ക് അയച്ചു തന്നതാണ്. ഇതെൻ്റെ മിതാട്ട എപ്പോഴും പറയും, നീ എന്തിനാ നിൻ്റെ അമ്മ വാങ്ങി തന്നെ എന്ത് എടുത്താലും ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പോൾ പറയും ഇത് അമ്മേൻ്റെ മുളക് പൊടി എടുക്കും, അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങി തന്നെന്ന് പറയുമ്പോൾ ഇവരുടെ എന്തിനാ ഇങ്ങനെ എടുത്ത് പറയണേ, നമുക്കറിയാലോ എന്ന്. അപ്പോൾ ഞാൻ പറയും പക്ഷെ എന്നാലും എനിക്കത് ഇഷ്ടമാണ്, അതെനിക്കൊരു സന്തോഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെന്ന് പറയുന്നത് എന്ന് എപ്പോഴും ചുമ്മാ പറയും. അപ്പോൾ ഞാനിവിടെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് നേരിയതാക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കട്ടിയുള്ളത് നമുക്ക് പോക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്കാണ് കുറച്ചും കൂടി കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇടേണ്ടത്. ഇതിലേക്ക് ഇടുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയാണ്. അതിൽ അവർ ചതച്ചിടാനാ പറഞ്ഞ്, എനിക്ക് ചതയ്ക്കുന്ന സാധനമുള്ള ഇല്ലാത്തതിനോണ്ട് നേരിയതായിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 2 പച്ചമുളക് നേരിയതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ് കേട്ടോ ഞാൻ എടുക്കാറ്. പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകവും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇതൊക്കെ ആ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുനുകുന അരയണം എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പൊട്ടേറ്റോ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വേവിച്ചത് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ ഇതെല്ലാ ചേരുവകളും അതിനോടൊപ്പം തന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിടാൻ മറന്നു പോകരുത്. നമ്മൾ വേവിച്ച് വെച്ചതാണെങ്കിലും തൈരിൽ ഉപ്പില്ലാത്തതിനെ കൊണ്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി വറവിടാനും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നിയൊരു അഭിപ്രായം കൂടി പറയട്ടെ. ഇതൊക്കെ പച്ചക്കല്ലേ ഉള്ളത്, ടേസ്റ്റ് ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കഴിക്കെങ്കിലും എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വറവിടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വറവിലേക്ക് ഒന്ന് വാട്ടിയതിന് ശേഷം ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 സ്പൂണും കൂടി തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് വല്ലാണ്ട് കട്ടിയുള്ള പോലെ തോന്നി. ഇത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ രുചി ഇല്ല എന്നല്ല പറയണ, രുചി ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി ആ പച്ച ഒരു സാധനമല്ലേ. അപ്പോൾ ഈ വറവിടുമ്പം ഈ എല്ലാ സാധനവും ഒന്ന് വറവിടുന്ന സമയത്തൊന്ന് ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രുചി കൂടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വറവിടാൻ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ, കടുക്, അതേപോലെ തന്നെ വറ്റൽമുളകും അതിനോടൊപ്പം ഇത്തിരി നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് തട്ടുക, അത്രയേ ഉള്ളൂ, കഴിഞ്ഞ കാര്യം. ഒന്നും ചെയ്യാൻ വയ്യ, പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ല എന്നാണെങ്കിൽ കുറച്ച് ടേസ്റ്റിനാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഫുഡിൻ്റെ കൂടെ കഴിക്കാനൊന്നും. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ എനിക്ക് തോന്നുന്ന കഴിക്കുമ്പം നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇനി നമ്മൾ മിച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം മിച്ചുവിന് ഞാനിതാ ഇത്ര ചോറ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ഈ കൂട്ടാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിച്ചു കുഴപ്പമില്ലാണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ അത്ര അങ്ങോട്ടേക്ക് കട്ടിയായിട്ടാണുള്ളത്, ലൂസായിട്ടല്ല ഉള്ളത്. വേണമെങ്കിൽ ഇത്തിരി കൂടി തൈര് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ മിച്ചുവിന് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫോണ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിട്ട് ബഹളമാണ്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫോണും കൂടി കയ്യിലില്ല എന്നാണെങ്കിൽ ഓടി പടഞ്ഞ് കളിക്കും. യൂഷ്വലി അങ്ങനെയാണ് ചെയ്യൽ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് എനിക്കൊന്ന് കുറച്ച് എനിക്കൊരു സ്വൈര്യം വേണമെന്നുള്ളത്. അതിനെ കൊണ്ട് തന്നെ കൊടുക്കുന്നത് കേടാന്നറിയാം, പക്ഷെ കുറച്ച് നേരം അവൻ പുറത്തേക്ക് ഫോണൊക്കെ വെച്ചിരുന്നു കേട്ടോ. ഇനി ഞാനൊന്ന് ചോറ് കഴിക്കുമ്പം ഞാൻ എന്തൊക്കെ വാഴക്കൊന്ന് പൊരിച്ച്, കാരണം എനിക്കത് മാത്രം കഴിക്കാൻ പറ്റില്ലായിരുന്നു.
ഇനി കുളിക്കാൻ വേണ്ടി പോകുമ്പം ഞാനിവിടെ ഹീറ്റർ ഓണാക്കിയിട്ടുണ്ട്. ഹീറ്റർ ഓണാക്കി ഞാനൊന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് കുളിക്കുന്നത്. ഞാൻ താഴെ ആദ്യം ഒന്ന് ബാത്റൂം കഴുകിയിട്ടാണ് കുളിക്കാൻ വേണ്ടി പോണത്. എന്തോ അതെനിക്കൊരു എന്താ പറയുക, എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ബാത്റൂം ഒന്ന് കഴുകിയതിന് ശേഷമാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാറ്. അപ്പം ഞാൻ ഒന്ന് ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും കാണിക്കാം. ഷാമ്പൂവിനായിട്ട് ഞാനിവിടെ ഓലാപ്ലെക്സിൻ്റെ ക്ലാരിഫൈങ് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി ഷാമ്പൂ ആണ്. നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ബിൽഡപ്പ്, ഡാൻഡ്രഫ് കംപ്ലീറ്റ് പോവില്ല, പക്ഷെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എണ്ണ തേച്ചത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഷാമ്പൂ നമ്മൾ സ്കാൽപ്പിലാണ് മെയിനായിട്ട് നമ്മൾ തേക്കേണ്ടത് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്നത് എൻ്റെ മേല് തേക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഈ പ്രൊഡക്റ്റുകളാണ്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി പ്രൊഡക്റ്റാണ്, അതായത് ബോഡി വാഷാണ് കേട്ടോ. എനിക്ക് രണ്ടും ഫസ്റ്റ് കാണിച്ചൊരു ഊതിൻ്റെ ഫ്ലേവർ മീൻസ് മണമാണ്. ഇത് ബേസിക് ആയിട്ട് ഫേസ് സ്ക്രബാണ്, പക്ഷെ ഞാനിതിപ്പം ബോഡി സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ തേക്കാൻ മാത്രമുള്ളൊരു കാര്യമൊന്നുമില്ല, വളരെ വില കുറഞ്ഞൊരു സാധനമാണ്. പക്ഷെ ഇത് ബോഡിയിൽ സ്ക്രബ് ചെയ്ത് തേക്കുമ്പം നല്ലതാണ്. ഇടയ്ക്ക് ബോഡി നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ വീക്കിലി ഇടയ്ക്ക് ബോഡി സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വാസലിൻ്റെ ഈ ഒരു കൊക്കോ റേഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കരമായിട്ട് നമ്മളെ സ്കിന്നിനെ സോഫ്റ്റൻ ചെയ്ത് 72 hours ആണുള്ളത്. ഇതെൻ്റെ പാപ്പനാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. പാപ്പന് ഡ്രൈ സ്കിന്നാണ്. ആൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടതിന് ശേഷമാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും എനിക്ക് ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത് റെഡി ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ചെറിയ മുടി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് റേസർ ബമ്പ്, അതേപോലെ തന്നെ സ്ട്രോബെറി ലെഗ്സ് വരുന്നതിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇപ്പം ഞാൻ കാണിച്ച മോയ്സ്ചറൈസർ. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്യും കേട്ടോ. എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഉണങ്ങിയല്ല ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ലോറിയലിൻ്റെ ഈ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെൻ്റെ ഡെയിലി റൂട്ടീൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി അല്ല, പക്ഷെ വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ എനിക്കിങ്ങനെ എല്ലാ പ്രൊഡക്ട്സും ഇട്ട് ഇങ്ങനെയൊക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഞാനൊന്ന് ഫ്രീ ആണ് ദിവസം, എനിക്കൊന്ന് മെൻ്റലി ഒന്ന് ഫ്രീ ആവണം, ഒന്ന് റിലാക്സ് ചെയ്യണം ദിവസം, ഞാൻ ഇങ്ങനെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വിശാലമായിട്ടൊന്ന് കുളിക്കും. ശരിക്കും കുളിക്കുന്ന സമയത്തല്ലേ നമ്മൾ മാത്രമായിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് അതിനും പറ്റാറില്ല. കാരണം മിച്ചുവിനോട് ഒറ്റയ്ക്ക് ഇരുത്തി എനിക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവാറില്ല. അപ്പോൾ അവനാണെങ്കിലും കുറച്ച് പേടിയാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വാതിലൊക്കെ ഒന്ന് ചാരാണ്ടാണ് ഞാനിവിടെ കുളിക്കാൻ വേണ്ടി പോണത്. കുളിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഫേസ് വാഷ് ആണെങ്കിലൊക്കെ ഈ കാണേണ്ട പ്രൊഡക്റ്റൊക്കെ ഞാൻ ജോലിയുള്ള സമയത്ത് ഓരോ മാസങ്ങളിലായിട്ട് വാങ്ങി സ്വരുകൂട്ടി വെച്ചൊരു കാര്യമാണ്. നമ്മൾ പറയില്ലേ, എന്താണ് ആപത്ത് കാലത്ത് കാപ്പത്ത് വെച്ചാൽ സമ്പത്ത് കാലത്ത് കാപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാന്ന്, അങ്ങനെ എന്തോ ഒന്നുണ്ട്. ഞാൻ പറയണത് തെറ്റാന്ന് എനിക്കറിയാം, പക്ഷെ എന്തായാലും പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പണിയുള്ള സമയത്ത് വാങ്ങിച്ചു വെച്ച നല്ല നല്ല പ്രൊഡക്ട്സ് ഇപ്പം പണിയില്ലാത്ത സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടി. ഇതെല്ലാവരുടെയും അവസ്ഥ കേട്ടോ. അതുകൊണ്ട് ഉള്ള കാലത്ത് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ സേവിങ് ആയിട്ടും കൂടി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതൊക്കെ ലക്ഷങ്ങൾ പൈസ വരുന്ന സാധനങ്ങളൊന്നും അല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ എനിക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എന്നെ തന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ എന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, സേവിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രായം കഴിഞ്ഞാലും പ്രായത്തിന് മുന്നേ ആണെങ്കിലും ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിലെങ്ങാനും ജോലിക്ക് കയറിയ ആളാണ്. ഇപ്പം അതാ ഈ 35 ആവുന്ന സമയത്തും എനിക്ക് പ്രത്യേകിച്ച് വലിയ സേവിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ ഞാൻ പലർക്കും വേണ്ടിയിട്ട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു സേവിങ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല.
ഈ പൈസ ചിലവാക്കിയ ആൾക്കാർക്കൊന്നും അപ്പം കിട്ടുന്ന സമയത്തുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കുറേ കാലം കഴിഞ്ഞാൽ അവരതൊക്കെ മറക്കും, അവർ മൂവ് ഓൺ ആകും. അതൊക്കെ നിങ്ങളുടെ കടമയല്ലേ, ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ആരായിക്കോട്ടെ കേട്ടോ, അച്ഛനോ അമ്മയോ ഭർത്താവോ അനിയനോ ഏട്ടനോ പെങ്ങളോ ആരായിക്കോട്ടെ, അവരൊക്കെ ഇങ്ങനെ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയത്ത് ഒരിത്ര ശതമാനം വെച്ചിട്ട് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിയിട്ട് ഉള്ളത് കൊണ്ട് മാത്രം കാര്യം ചെയ്യണം. നമ്മൾക്ക് എന്താണോ കയ്യിലുള്ളത്, അല്ലാണ്ട് നമ്മളെ വരവറിയാണ്ട് നമ്മൾ ചിലവഴിക്കരുത് എന്ന് എപ്പോഴും പറയും. അതുകൊണ്ട് ഇനി ഉപകാരം ചെയ്യാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ അവനവനാണെങ്കിലും ശരി, ഒരു പൈസ മിച്ചം വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ഇല്ല എന്ന് പറയാം. എൻ്റെയും ഒക്കെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാണ്ട് ഇല്ലെങ്കിൽ പോലും എവിടെന്നെങ്കിലും വാങ്ങിയെടുത്ത് ചെയ്തു കൊടുക്കും. ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. പക്ഷെ അതിനി പാടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു പാഠം, അല്ലെങ്കിൽ ഈ വർഷവും കഴിഞ്ഞ വർഷവുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠവും. അതൊക്കെ വിട്. എന്തായാലും എൻ്റെ കുളി കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇനി കുളിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമുക്കൊന്ന് മിച്ചുനും കൂട്ടിയിട്ട് പുറത്ത് പോകണം കേട്ടോ. കുറേ നേരം അവൻ പറയാൻ തുടങ്ങിയിട്ട്. ഫേസിൽ ഞാനൊരു ഹൈലറോണിക് ആസിഡും കൂടി ഇട്ടിട്ടോ. അത് ഇവിടെയായിരുന്നു ഉണ്ടായത്. മിച്ചൊന്ന് നടക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അല്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ഇന്ന് മൊത്തത്തിലൊരു ഡൾ ലുക്ക് ഉള്ളതിനെ കൊണ്ട് ഡൾ ലുക്ക് കൂട്ടണ്ടെന്ന് വിചാരിച്ച്, അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ കണ്ണാടി നോക്കിയിട്ടൊന്ന് ലിപ്സ്റ്റിക് വെട്ടുന്നുണ്ടട്ടെ. ഇത് വേർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് നമ്മുടെ ഏതിൻ്റെ ആയിരുന്നു, ലോറിയൽ പാരീസിൻ്റെ. അടിപൊളിയാ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ഫെയർ സ്കിൻ ഉള്ളവർക്കേ ഉള്ളൂ ചേരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് നല്ല ന്യൂഡാണ്, നല്ല അടിപൊളി കളറാണ്, ഭയങ്കര നാച്ചുറൽ ലുക്കുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷോർട്സിലൊക്കെ ഇപ്പം താഴെ ഇങ്ങനെ കാണാം നമുക്ക് ഷോപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെയും ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം വേറെ വീഡിയോയിൽ ഞാൻ പറയട്ടെ. എന്തായാലും ഇതിൽ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും പറ്റിയൊരു ഷെയ്ഡും കൂടിയാണ് ഇത് കേട്ടോ, ലോറിയലിൻ്റെ വർത്ത് ഇറ്റ്. അപ്പം ഈ മിച്ചുൻ്റെ കൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 5 മണിയായി. പക്ഷെ ഇവിടെ വേഗം ഇരുടുന്നുണ്ട്. കാരണം ഡിസംബറൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, വേഗം ഇരുണ്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് പോയിട്ട് വേഗം വരാം. ഓക്കെ, നമ്മളിവിടെ അടുത്തുള്ള പാർക്കിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. ഇത് അമ്മ ഏതോ ഒരു കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കോ എപ്പോഴും ഒന്ന് ഏട്ടനെങ്ങാനും കൊടുത്തയച്ചതാണ്. അമ്മേൻ്റെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചൊരു നല്ലൊരു കാർഡിഗനാണ് കേട്ടോ. ഒരു സ്ട്രഗ് പോലെയാണ്. അപ്പോൾ അതും കൂടി ഇടാമെന്ന് വിചാരിച്ചു, എങ്ങാനും തണുപ്പാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം മിച്ചു ഓൾറെഡി മാറ്റിയപ്പോൾ കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഒന്നൊരു ഭംഗിയൊന്നും കുറയ്ക്കണ്ട, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്മലും കൂടി ഇടുന്നുണ്ട്. ആകെ മൊത്തം ഒരു ഡൾ ഫീലിംഗ് മാറ്റാനാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ അടുത്തുള്ള പാർക്കിലേക്കാണ്. പാർക്കിൻ്റെ വീഡിയോ നമ്മൾ എപ്പോഴും ഇടുന്നതിനെ കൊണ്ട് എടുക്കുന്നത് കുറവായിരിക്കും കേട്ടോ എന്ന് പോകും. ഇതൊരു 5 മണിയാട്ടോ. പക്ഷെ കാണുമ്പോൾ നല്ല ഇരുടായ പോലെ ഇല്ലേ, 5 മണിയായിട്ടേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ എപ്പം പോകുമ്പോഴും കാണുന്ന ഈ ഒരു ഉണ്ടപ്പൂച്ചയാണ് പേർഷ്യൻ ക്യാറ്റ്. അപ്പോൾ അതാ മിച്ചു നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. സ്ഥിരമായിട്ട് ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കണ്ടു മടുത്തതിനെ കൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും ഇവിടെ എന്താണെങ്കിലും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. ചന്ദ്രമാമൻ വീട്ടിലേക്ക് പൊക്കുമെന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട്. ഒന്ന് അടുക്കള ഒന്ന് ക്ലീനാക്കാനും കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഇത് വരും. പിന്നെ ലാസ്റ്റ് രാത്രി മീൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മീനുണ്ട്, അതൊന്ന് പൊരിക്കാനുണ്ടാകും. ഞാൻ മീനൊന്നും കൂട്ടുന്നില്ല, അപ്പം എനിക്ക് വേണ്ട. അപ്പം മിച്ചുവിനൊന്നൊരു ആപ്പിൾ എങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് വന്നിട്ടുള്ള മീൻ ഉണ്ടാക്കലും കുറച്ച് കാര്യം കൂടി ഉള്ളൂ. ഇത് വലിയ വീഡിയോ ആയി പോകണ്ട, അതുകൊണ്ടാണ്. എന്തായാലും ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലെങ്കിലും നമുക്ക് നേരത്തെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വീഡിയോ കൂടിയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടി പോണത്. അതുവരേക്കും